പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ വീണ്ടും അതിരൂക്ഷമായ ഭയാനകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ ലോകം കണ്ട യുദ്ധതന്ത്രങ്ങളിൽ നിന്ന് മാറി തികച്ചും അപ്രതീക്ഷിതമായ ഒരു സൈനിക നീക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഇറാൻ. ശത്രുക്കൾ അങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രം തിരിച്ചടിക്കുക എന്ന തങ്ങളുടെ പതിവ് പ്രതിരോധ നയം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഭീഷണി മുൻകൂട്ടി കണ്ട് ശത്രുക്കളെ മുൻകൂട്ടി ആക്രമിക്കുന്ന ഒരു പുതിയ തന്ത്രത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. എന്നാൽ ട്രംപ് ആണെങ്കിലോ പുലിവാല് പിടിച്ച അവസ്ഥയിലാണ്. തോൽവി സമ്മതിച്ച് പിന്മാറാനും വയ്യ, യുദ്ധം ചെയ്തും ബോംബിട്ടും ഇറാനെ തോൽപ്പിക്കാനും ആവുന്നില്ല. ഇറാനെ ശക്തമായി നേരിടും എന്നെല്ലാം വീണ്ടും വീണ്ടും പറയുമ്പോഴും മുന്നോട്ടും പിന്നോട്ടും അനങ്ങാനാവാതെ നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുകയാണ് ട്രംപ്. എല്ലാ കടലുകളും അടച്ച് എല്ലാ മാർഗങ്ങളും അടച്ച് അമേരിക്കയെ ഇറാൻ വരിഞ്ഞു മുറുക്കുകയാണ്. അതിന് പിന്നാലെയാണ് അമേരിക്കൻ ബേസുകളിലേക്കുള്ള ആക്രമണങ്ങളും. എന്നാൽ ഇതിൽ നിന്നെല്ലാം എന്താണ് രക്ഷ എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാവുന്നുമില്ല. ജോർദാനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ അതിശക്തമായ ആക്രമണങ്ങളും അതിന് പിന്നാലെ വാഷിംഗ്ടണിൽ ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ അടച്ചിട്ട മുറിയിൽ നടത്തിയ അതീവ രഹസ്യ കൂടിക്കാഴ്ചയുമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ ലോകമഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നത്. അത്രമാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മെഡിറ്ററേനിയൻ കടലിലേക്കും സ്യൂസ് കനാലിലേക്കും വ്യാപിപ്പിച്ച് അമേരിക്കൻ തന്ത്രങ്ങൾക്ക് തടയിടാൻ ഇറാൻ വല വിരിച്ചു കഴിഞ്ഞു. മറുഭാഗത്ത് റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ കൈകോർത്ത് അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന പുതിയൊരു ആഗോള കൂട്ടുകെട്ടിനും തുടക്കമിട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇറാൻ പെട്ടെന്ന് തങ്ങളുടെ സൈനിക നയം മാറ്റിയത്? അതിന് പിന്നിലെ 4 പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടുത്ത നീക്കം എന്തായിരിക്കും? വിശദമായി പരിശോധിക്കാം. ഇറാൻ എന്തിനാണ് പെട്ടെന്ന് നയം മാറ്റി ജോർദാനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ സർപ്രൈസ് ആക്രമണം നടത്തിയത്? അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനു പിന്നിൽ 4 പ്രധാന കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നാമതായി, ഇറാന്റെ മാറിയ സൈനിക തന്ത്രം തന്നെയാണ്. ശത്രുക്കളുടെ നീക്കങ്ങൾക്കായി കാത്തിരുന്ന് തിരിച്ചടിക്കുന്നതിന് പകരം തങ്ങൾക്ക് ഭീഷണിയാകും എന്ന് തോന്നിയാൽ മുൻകൂട്ടി അടിക്കുക എന്ന നയത്തിലേക്ക് അവർ പൂർണ്ണമായും മാറി. രണ്ടാമതായി, ട്രംപ് ഭരണകൂടം ആക്രമണങ്ങളിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിന്നത് അവരുടെ സഹിഷ്ണുത കൊണ്ടോ സമാധാന താല്പര്യം കൊണ്ടോ അല്ല എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു. പ്രതിരോധ മിസൈലുകളുടെ ക്ഷാമവും അമേരിക്കയ്ക്കുള്ളിലെ രൂക്ഷമായ രാഷ്ട്രീയ സമ്മർദ്ദവുമാണ് ഇതിന് കാരണം. അതിനാൽ മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ഇറാൻ തീരുമാനിക്കുകയായിരുന്നു. മൂന്നാമത്തെ കാരണം, വാഷിംഗ്ടണിൽ ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയാണ്. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കാൻ ഇസ്രായേൽ അമേരിക്കയുടെ അനുമതി തേടുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ അമേരിക്കയുമായി ചേർന്ന് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകാൻ ഇറാൻ തീരുമാനിക്കുകയായിരുന്നു. നാലാമതായി, ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യകൾക്ക് നേരെ സൗദിക്കൊപ്പം ചേർന്ന അമേരിക്ക നടത്തിയ മിന്നൽ ആക്രമണമാണ്. ഈ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക ഉപദേശകർ ഉൾപ്പെടെ 20ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് തങ്ങളുടെ പ്രസ്റ്റീജ് വിഷയമായി എടുത്ത ഇറാൻ അതിന് കൃത്യമായ മറുപടിയാണ് ജോർദാനിലെ അമേരിക്കൻ താവളത്തിലേക്ക് മിസൈലുകൾ അയച്ചത്. ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട നാശനഷ്ടങ്ങൾ നിസ്സാരമല്ല. ജോർദാനിലെ അൽ അസ്രഖ് എയർബേസിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 900 കോടി രൂപ വീതം വിലമതിക്കുന്ന 3 F-35 യുദ്ധവിമാനങ്ങൾ തകർന്നുവെന്നും നിരവധി സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിയെന്നും ഇറാന്റെ വിപ്ലവസേന അവകാശപ്പെടുന്നു. എന്നാൽ അമേരിക്ക ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതുപോലെ കുവൈറ്റിലെ ക്യാമ്പ് ആരിഫ് ജാൻ, അലി അൽ സലീം എയർബേസുകൾക്ക് നേരെയും ഇറാന്റെ കനത്ത ആക്രമണമുണ്ടായി. കുവൈറ്റിൽ പ്രധാന എണ്ണ നിലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും സുരക്ഷ മുൻനിർത്തി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തുകയും ചെയ്തിരുന്നു. സൈനിക താവളങ്ങൾ തകർക്കുന്നതിന് പുറമെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിലും ഇറാൻ ശക്തമായ ആധിപത്യം തുടരുകയാണ്. അമേരിക്കൻ വ്യോമസേനയുടെ സംരക്ഷണയിൽ ഹോർമൂസ് വഴി കടന്നു പോകാൻ ശ്രമിച്ച 2 കൂറ്റൻ എണ്ണക്കപ്പലുകളെ ഇറാൻ സൈന്യം തടയുകയും അതിൽ ഒന്നിൽ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. തങ്ങളുടെ അനുമതിയില്ലാതെയും നികുതി നൽകാതെയും ഒരു കപ്പലും കടത്തിവിടില്ല എന്ന കർശന നിലപാടിലാണ് ഇറാൻ. ഇതുമൂലം ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരുകയാണ്. മറുഭാഗത്ത് ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കങ്ങൾക്ക് പിന്നാലെ ട്രംപും നെതന്യാഹുവും തമ്മിൽ 1.5 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ അതീവ രഹസ്യ ചർച്ച നടത്തിയിരുന്നു. ഇറാന്റെ രഹസ്യ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും ഊർജ്ജ കേന്ദ്രങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നെതന്യാഹു ട്രംപിന് കൈമാറിയെന്നതാണ് റിപ്പോർട്ടുകൾ. നയതന്ത്ര ചർച്ചകൾക്ക് കുറച്ചുകൂടി സമയം നൽകാൻ ട്രംപ് ആഗ്രഹിച്ചെങ്കിലും ഇറാന് നേരെ കടുത്ത സൈനിക നടപടി തന്നെ വേണമെന്ന് നെതന്യാഹു കടുത്ത സമ്മർദ്ദം ചെലുത്തി എന്നും പറയപ്പെടുന്നു. പശ്ചിമേഷ്യ ഇപ്പോൾ ഒരു വലിയ സ്ഫോടനത്തിന്റെ അരികിലാണ് നിൽക്കുന്നത്. ഇറാന്റെ തന്ത്രപരമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമാധാനത്തിലേക്ക് പോകുമോ, അതോ മേഖലയെ വൻ പ്രതിസന്ധിയിലാക്കുന്ന ദീർഘകാല യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുമോ എന്നത് നിർണായകമാണ്.
ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന കനത്ത ആക്രമണം കാരണം ഓപ്പറേഷൻസ് എല്ലാം പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് മാറ്റാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർബന്ധിതനാകുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ അമേരിക്കൻ തന്ത്രങ്ങൾ തടയിടാൻ ഇറാൻ ഇതിനോടകം തന്നെ വലിയ വല വിരിച്ചു കഴിഞ്ഞു. ഹോർമൂസും ബാബൽ മന്ദേബും കടന്ന് മെഡിറ്ററേനിയൻ കടലിലേക്കും സ്യൂസ് കനാലിലേക്കും യുദ്ധത്തിന്റെ ഭീഷണി വ്യാപിപ്പിച്ച് 3 കപ്പൽ പാതകളും വളയാനാണ് ഇറാന്റെ പുതിയ നീക്കം. ജോർദാനിലും കുവൈറ്റിലും ബഹ്റൈനിലും ഉള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. ഈ കേന്ദ്രങ്ങൾ ഇറാന്റെ ആക്രമണ പരിധിയിലായതുകൊണ്ട് സുരക്ഷിതമായ മറ്റു താവളങ്ങളിലേക്ക് മാറുക എന്ന തന്ത്രമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ഇതിനായി മെഡിറ്ററേനിയൻ കടലിലെ സൈപ്രസ്, ബൾഗേറിയ എന്നീ രാജ്യങ്ങളിലെ വ്യോമത്താവളങ്ങളെയാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. സൈപ്രസിലുള്ള ബ്രിട്ടീഷ് വ്യോമത്താവളമായ അക്രോട്ടിരി ആക്രമണങ്ങൾക്ക് വിട്ടു നൽകാൻ ബ്രിട്ടൻ അനുമതി നൽകുകയും ചെയ്തു. കൂടാതെ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾ വിന്യസിക്കാൻ ബൾഗേറിയൻ പാർലമെന്റും അനുമതി നൽകിയിരിക്കുന്നു. അതായത് സൈപ്രസിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയരും, ബൾഗേറിയയിൽ നിന്ന് അവയ്ക്ക് ഇന്ധനം നൽകുകയും ചെയ്യും. എന്നാൽ അമേരിക്കയുടെ ഈ 2ാം ഘട്ട നീക്കം മുൻകൂട്ടി കണ്ട ഇറാൻ ഒരു ചെക്ക്മേറ്റ് തന്ത്രം പുറത്തെടുത്തു. തങ്ങൾക്കെതിരെ വ്യോമതാവളങ്ങൾ വിട്ടു നൽകിയാൽ സൈപ്രസും ബൾഗേറിയയും നേരിടേണ്ടി വരുന്നത് കനത്ത പ്രത്യാഘാതമായിരിക്കും എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പരസ്യമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ ഭീഷണിയോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഭീതിയിലായ സൈപ്രസ് വിദേശകാര്യമന്ത്രി അരാഗ്ചിയെ ഫോണിൽ വിളിച്ച് തങ്ങൾ ഈ യുദ്ധത്തിൽ ഒരു കക്ഷിയല്ലെന്നും തങ്ങളുടെ മണ്ണ് ഇറാനെതിരെ ഉപയോഗിക്കില്ലെന്ന് ബ്രിട്ടൻ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു. ബൾഗേറിയയും തങ്ങൾക്ക് യുദ്ധത്തിൽ പങ്കാളികളാകാൻ ഉദ്ദേശമില്ലെന്ന് വ്യക്തമാക്കി. അമേരിക്കയ്ക്ക് തങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പശ്ചിമേഷ്യയിലോ തൊട്ടടുത്തോ സുരക്ഷിതമായ ഒരു ലോഞ്ച് പാഡ് കിട്ടില്ലെന്ന് ഇറാൻ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ചെയ്തത്. ഇതിനിടെയാണ് ഈജിപ്തിലെ ഡാമിയറ്റ തുറമുഖത്ത് അമേരിക്കൻ LNG കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടക്കുന്നത്. സ്യൂയസ് കനാലിന്റെ പ്രവേശന കവാടത്തിന് തൊട്ടടുത്താണ് ഈ തുറമുഖം. തങ്ങളെ ഞെരുക്കാൻ നോക്കിയാൽ ലോകത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയെയും സ്യൂയസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തെയും തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ഇനി ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോക ശക്തികളുടെ സമവാക്യങ്ങളെ പാടെ തിരുത്തി എഴുതുന്ന പുതിയൊരു ആഗോള കൂട്ടുകെട്ടിനും ലോകം സാക്ഷ്യം വഹിക്കുകയാണെന്ന് കാണാം. ഇത്രനാളും ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന അമേരിക്കയ്ക്ക് കടുത്ത ഭീഷണി ഉയർത്തിക്കൊണ്ട് റഷ്യ, ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നീ 4 രാജ്യങ്ങൾ ശക്തമായി കൈകോർക്കുകയാണ്. വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് അടുത്തിടെ പുറത്തുവിട്ട പഠന റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. പഠന റിപ്പോർട്ടിൽ ഈ സഖ്യത്തെ ആക്രമണകാരികളുടെ അച്ചുതണ്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതൊരു ഔപചാരിക നാറ്റോ മോഡൽ സഖ്യമല്ലെങ്കിലും 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മാത്രം ഈ രാജ്യങ്ങൾ തമ്മിൽ 616-ലധികം വലിയ സൈനിക സുരക്ഷാ സഹകരണങ്ങൾ നടന്നിട്ടുണ്ട്. സൈനികം, സാമ്പത്തികം, സൈബർ സാങ്കേതികവിദ്യ തുടങ്ങിയ നിർണായക മേഖലകളിൽ ഇവർ വലിയ തോതിൽ പരസ്പരം സഹായിക്കുന്നു. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ ഷഹദ്രോണുകൾ നൽകുന്നത് ഇറാനാണ്. ഉത്തര കൊറിയ ലക്ഷക്കണക്കിന് പീരങ്കിയുണ്ടകളും ബാലിസ്റ്റിക് മിസൈലുകളും സൈനികരെ വരെ റഷ്യയ്ക്ക് നൽകുന്നു. ഇതിന് പകരമായി റഷ്യ അത്യാധുനിക ബഹിരാകാശ മിസൈൽ സാങ്കേതികവിദ്യകളും സാമ്പത്തിക സഹായവും ഇറാനും ഉത്തര കൊറിയയ്ക്കും കൈമാറുന്നു. ചൈനയാകട്ടെ അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണയും വാതകവും വാങ്ങി അവരുടെ സാമ്പത്തിക നട്ടെല്ലായി നിൽക്കുന്നു. ഡോളറിന് പകരം പ്രാദേശിക കറൻസികൾ വ്യാപാരം നടത്തുന്നതിലൂടെ അമേരിക്കൻ ഉപരോധങ്ങളുടെ ശക്തി കുറയ്ക്കാനും ഇവർക്ക് സാധിച്ചു. ഒരു വശത്ത് സമാധാനത്തിനുള്ള ശ്രമം കനക്കുമ്പോഴും അപ്പുറത്ത് അതേപോലെ ആക്രമണങ്ങളും തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഗൾഫ് മേഖല മുഴുവൻ ഇറാന്റെ ഭീഷണിയിലുമാണ്. അമേരിക്കയ്ക്ക് സഹായം ചെയ്യുന്ന രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഇറാന്റെ ഭീഷണി മറ്റൊരു വശത്ത് നിലനിൽക്കുന്നു. അപ്പോൾ ഇനി പശ്ചിമേഷ്യയിലെ സാഹചര്യം എങ്ങനെയാണ് മാറിമറിയുക എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.